വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് 10-12 ക്ലാസുകളിലെ അധ്യയനം 2021 ജനുവരി 1 മുതൽ കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആരംഭിക്കുന്നതിനാൽ പ്രസ്തുത ക്ലാസുകൾ ആരംഭിക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായി ബന്ധപ്പെട്ടവരുടെ യോഗം ബി.ഡി. ദേവസി എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഇരിഞ്ഞാലക്കുട ഡിഇഒ മനോജ് കുമാർ, ചാലക്കുടി എഇഒ പ്രദീപ്, ബി.ആർ.സി കോർഡിനേറ്റർ മുരളീധരൻ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ, കെ.ഡി. ഹെൽത്ത് സൂപ്പർവൈസർ പി.എം. മുഹമ്മദ്, നഗരസഭ പഞ്ചായത്ത് സെക്രട്ടറിമാർ, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. അധ്യക്ഷ പ്രസംഗത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ എം.എൽ.എ വിശദീകരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ ഡിഇഒയും COVID-19 പൊതുനിർദ്ദേശങ്ങളും ഹെൽത്ത് സൂപ്പർവൈസറും വിശദമാക്കി. ക്ലാസ് മുറികൾ അണുവിമുക്തമാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ശരീരോഷ്മാവ് പരിശോധിക്കുന്നതിനും ആവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ സഹായത്തോടെ ട്രൈബൽ മേഖലയിലെ കുട്ടികളുടെ പഠനവും താമസ സൗകര്യവും ഉറപ്പുവരുത്തുന്നതിനും നടപടികൾ സ്വീകരിക്കും. 31-ാം തീയതിക്കകം പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവസാനഘട്ട അവലോകന യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തീരുമാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം.എൽ.എമാർക്ക് സ്കൂൾ പഠന സൗകര്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കുന്നതിന് നിർദ്ദേശം കത്തയച്ചിരുന്നു. കേരളത്തിലെ വിവിധ സൈക്ലിംഗ് ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുസീരീസ് സൈക്ലിംഗ് സീരീസിന് തുടക്കമായി. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 500ഓളം സൈക്ലിസ്റ്റുകൾ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി മുസീരീസ് പൈതൃക പദ്ധതിയുടെ വിവിധ മ്യൂസിയങ്ങളും സ്മാരകങ്ങളും സന്ദർശിക്കും. ദിവസം 50 പേരടങ്ങുന്ന സംഘം വിവിധ സ്ഥലങ്ങളിൽ നിന്നായി മുസീരീസ് മുനക്കൽ ബീച്ചിൽ കേന്ദ്രീകരിക്കുകയും തുടർന്ന് അബ്ദുൾ റഹ്മാൻ സാഹിബ് മ്യൂസിയം, കോട്ടപ്പുറം കോട്ട, കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ട്, പറവൂർ സിനഗോഗ്, പാലിയം പാലസ്, പാലിയം നാലുകെട്ട്, ചേതമംഗലം സിനഗോഗ് എന്നിവിടങ്ങളിൽ സൈക്കിൾ സവാരിയിലൂടെ എത്തിച്ചേരുകയും തുടർന്ന് അഴീക്കോട് അഴിമുഖത്തേക്ക് ബോട്ട് സവാരി നടത്തുകയും ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ മ്യൂസിയം മാനേജർമാരായ സജ്ന വസന്തരാജ്, കെ.ബി. നിമ്മി, എക്സിക്യൂട്ടീവ് അഖിൽ എസ്. ഭദ്രൻ എന്നിവർ സ്വീകരിച്ചു. മുസീരീസ് ഹെറിറ്റേജ് സൈക്ലിംഗ് സീരീസിന്റെ ഭാഗമായി 2021 ജനുവരിയിൽ പൊന്നാനി മുതൽ ആലപ്പുഴ പൈതൃക പദ്ധതി വരെ മുസീരീസ് പൈതൃക പദ്ധതി പ്രദേശങ്ങളിലൂടെ കേരളത്തിലെ വിവിധ സൈക്ലിംഗ് ക്ലബ്ബുകളെ സംയോജിപ്പിച്ചുകൊണ്ട് സൈക്ലിംഗ് ഇവന്റ് സംഘടിപ്പിക്കുമെന്ന് മുസീരീസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ പി.എം. നൌഷാദ് അറിയിച്ചു. സാംബവ മഹാസഭ കൂടപ്പുഴ ശാഖയുടെ കൊടികൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് കൂടപ്പുഴയിൽ നടന്ന പ്രതിഷേധ യോഗം സാംബവ മഹാസഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് N.V. സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് P.K. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളാങ്കല്ലൂർ, യൂണിയൻ സെക്രട്ടറി V.M. സുബ്രൻ, P.K. ജയൻ, M.N. വേലായുധൻ, അജി K.V. മണീധരൻ, പൊന്നമ്മ മണീധരൻ, അമ്മിണി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ നടവരമ്പ് പൊയ്യച്ചിറയിൽ മുങ്ങി മരിച്ചു. നടവരമ്പ് കൊറ്റത്തോട്ടത്തിൽ പരേതനായ വേലായുധന്റെ മകൻ ഷൈലേക്കാണ് മരിച്ചത്. ഓട്ടോറിക്ഷ ജോലിക്കിടെ ഇയാൾ താറാവുകളെ വളർത്തിയിരുന്നു. ദിവസേന രാവിലെ താറാവുകളെ പൊയ്യച്ചിറയിൽ തീറ്റയ്ക്കായി കൊണ്ടുവിടുമായിരുന്നു. വൈകിട്ട് താറാവുകളെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുമായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ താറാവുകളെ പൊയ്യച്ചിറയിൽ കൊണ്ടുവിട്ടു. വൈകിട്ട് താറാവുകളെ ചിറയിൽ നിന്നും എടുക്കുന്നതിനിടെ മുങ്ങി മരിച്ചതാകാമെന്നാണ് നിഗമനം. മൃതദേഹം ശനിയാഴ്ച രാവിലെ കണ്ടെത്തി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ മെയ് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 31-നകം ഫലം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതനായി ജയിച്ച M.K. വർഗീസിനെ മേയറാക്കാൻ ധാരണ. ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയെ ഇന്ന് ചേരുന്ന UDF പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കും. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് 18,732 പേർക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.